സാർ, എന്താ സാർ പറ്റിയത്? പേടിക്കാണ്ട് കേൾക്കണം. എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. മനസ്സിലാകുന്ന പോലെ പറയൂ സാർ. ഞാൻ സിന്താവിനെ തേടിപ്പോയപ്പോൾ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കി ഷെർലിയെയും ജയയെയും തട്ടിക്കൊണ്ടുപോയി. എന്താ സാർ പറയുന്നേ? ഷെർലി എങ്ങനെയൊക്കെയോ വണ്ടിയിൽ നിന്ന് വീണ് രക്ഷപ്പെട്ടു. ജയ? അതാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോന്ന് നോക്കാൻ. മീനംപക്കം ചെക്ക് പോസ്റ്റിലുള്ള സർജൻ അവാൻ ഫോളോ ചെയ്തു. പക്ഷേ സൈഡ് സ്ട്രീറ്റിലേക്ക് പോയതുകൊണ്ട് അത് മിസ്സായി പോയി. താമ്പരം ചെക്ക് പോസ്റ്റിലൂടെ അവാൻ കടന്നുപോയിട്ടേ ഇല്ല. സോ ആ 2 ഏരിയക്കുള്ളിൽ എവിടെയെങ്കിലും കാണും. കഴിഞ്ഞുപോയ 5 മണിക്കൂറുകളായിട്ട് നമ്മുടെ ആൾക്കാർ നന്നായി നോക്കുന്നുണ്ട് അവിടെ. നോ ചാൻസ്. വേറെ ഒരു റൂട്ടിലും പോവില്ല. നമുക്ക് വേണമെങ്കിൽ ആ ഏരിയയിലൊന്ന് പോയി നോക്കാം. ഇല്ല, പ്ലീസ് വരൂ, നമുക്ക് പോയി നോക്കാം. പോയി നോക്കാം. സിന്ധയുടെ വീടല്ലേ ഇത്? തീർച്ചയായും ഇത് സിന്തായുടെ വീട് തന്നെയായിരിക്കും. കറണ്ട് ഇല്ലാന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന് ഫോൺ ചെയ്യും. നീ ഇലക്ട്രീഷ്യനെ പോലെ അകത്തേക്ക് ചെല്ലണം. ഞാൻ പോലീസായിട്ട് വരാം. ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കരുത്. ഓൾ ദി ബെസ്റ്റ്. കുറച്ചങ്ങോട്ട്. ഇങ്ങോട്ട് കുറച്ച്. അതൊന്ന് കാണിച്ചു. കുറച്ച് വലുതാക്കി കാണിച്ചു. സോ
വെട്രി സാർ, ജയ കിട്ടുമല്ലേ? അവളെ കിട്ടാതെ എവിടെ പോകാനാ? പണ്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോ ട്രെയിനിൽ മാറിക്കയറി. എന്ത് പറ്റിയെന്ന് വിചാരിച്ച് ആകെ പേടിച്ചു പോയി. തിരിച്ചു വന്നു തിരിച്ചുകൊണ്ട്. അതുപോലെ അവള് വന്നില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈ ലോകത്ത് അവളല്ലാതെ എനിക്ക് ആരുമില്ല. വിട്ടു സാർ, എന്റെ പേരിലുള്ള അനാഥ എന്നുള്ള ഇൻഷുറ് മാറ്റിയത് തന്നെ അവൾ ഒരാളാണ് സാർ. സാർ, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്ലീസ്. ജയ, നിനക്കിവിടെ ഒരു കൂട്ടില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ കഷ്ടമാണല്ലേ? എന്ത് ചെയ്യാനാ? അവന്മാരോട് ഞാൻ ആ വെട്രിയുടെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത്. പക്ഷേ ഈ കോമാളികൾ അവളെ വഴിയിൽ കളഞ്ഞിട്ട് പോന്നു. സോറി മൈ ഡിയർ, വെരി സോറി. എന്റെ ഭർത്താവ് ഉറപ്പായിട്ടും വന്ന് എന്നെ രക്ഷിച്ചിരിക്കും. നോക്കിക്കോ, അവര് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? എന്ത്? എന്നെ എന്ത് ചെയ്യുന്നു? രാമായണത്തിന്റെ കഥ അത് കേൾക്കാൻ തന്നെ കോമഡിയാ. എന്നെ എന്ത് ചെയ്യുന്നതാണ്? സുന്ദർ സർ, ഏത് മണ്ടനാ ഈ ഫോട്ടോ എടുത്തത്? ഞാൻ തന്നെ സാർ എടുത്ത്. ഈ സന്മാർക്ക് അടയാളം വെച്ച് വെട്രിവേലി സ്ഥലം കണ്ടെത്തും. ഔട്ട്, ഔട്ട്. Come on, വേഗം. വീണെന്നെ പറഞ്ഞ്. ചേട്ടാ. വെൽക്കം സിന്ദ. സിന്ദ, നീ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കണ്ടിരിക്കും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് സറണ്ടർ ആവുക. DIG നിത്യാനന്ദം, ജിന്ദ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. സാർ, ഇവൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടേയിരിക്കും. ഇവന് ഞാനാ വേണ്ടത്. എനിക്ക് തന്നേക്ക്. ഓരോ ഞരമ്പ് ഊരി എടുത്ത് ബോട്ടിലിട്ട് ഞാൻ തന്നേക്കാം. അങ്ങനെ ചെയ്തുകൊണ്ട് സത്യം വെളിയിൽ വരില്ല. വെട്രി, നീ നിന്റെ ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞു. നിയമത്തിന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് നാളെ കോർട്ടിലേക്ക് കൊണ്ടുപോവാ. ടേക്ക് ഹിം അവേ.